ഹലോ എവ്രിവൺ. അമ്മ മരിച്ചതറിയാതെ ആ സ്ത്രീയുടെ മകൾ വീട്ടിൽ അമ്മയ്ക്കായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ആ ചെറിയ കുട്ടിക്ക് കണ്ണ് കാണുകയും ചെവി കേൾക്കുകയും ചെയ്യില്ല. ഇങ്ങനെയുള്ള ഈ സമയത്ത് മരിച്ചുപോയ സ്ത്രീയുടെ വീടിൻ്റെ ലീസ് എമൗണ്ടിന് വേണ്ടി നായകൻ ആ ചെറിയ പെൺകുട്ടിയുടെ അച്ഛനായി അഭിനയിക്കാൻ ആരംഭിച്ചു. അതിനുശേഷം ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ഇതുകൊണ്ട് നായകന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നത് എന്നൊക്കെ വളരെ ഇമോഷണലായി നമുക്ക് കാണിച്ചു തന്ന സിനിമയാണ് 2021 പുറത്തിറങ്ങിയ മൈ ലവ്ലി ഏഞ്ചൽ. ഇവരുടെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. നായകന്റെ പേര് ജെ ഒരു ഇവന്റ് മാനേജറായി ജോലി ചെയ്യാണ്. ഇവന് കീഴിലായി 4 ലേഡീസും ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ കല്യാണം പോലുള്ള വലിയ വലിയ ഫംഗ്ഷനുകളിൽ വരുന്നവരെ വെൽക്കം ചെയ്യാനായി പല വേഷത്തിൽ ആളുകൾ നിൽക്കാറുണ്ടല്ലോ, അതുപോലുള്ള ഒരു വെൽക്കം ഗേൾസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ജെ ആണ്. അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാം ഒരു ഇവന്റിന് പോകാനൊരുങ്ങുന്ന സമയത്ത് നന്നായി മഴ പെയ്യാൻ ആരംഭിച്ചു. 3 ലേഡീസ് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. എന്നാൽ ഒരു ലേഡി വന്നിട്ടില്ല. എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമെന്ന് കരുതി ഇവരവളെ കാത്തുനിന്നു. എന്നാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അവൾ വന്നില്ല. സമയം വൈകുന്നത് കൊണ്ട് ജെയും വളരെ ടെൻഷനായി. ഇവൾ എവിടെ പോയി കിടക്കുക എന്നൊക്കെ അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജെയ്ക്ക് അവളുടെ നമ്പറിൽ നിന്ന് ഒരു കോള് വരും. ഇവനും കോൾ അറ്റൻഡ് ചെയ്ത് ദേഷ്യത്തോടെ തന്നെ എത്ര നേരമായി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നറിയോ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫോണിന്റെ മറ്റേ തലക്കിലുള്ള ആള് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയും. ഇവനും ധൃതിപ്പെട്ട് ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആ ലേഡി മരിച്ചു പോയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ചപ്പോഴാണ് ആ ലേഡി നടന്നു വരുന്ന സമയത്ത് വഴുക്കലുള്ള സ്ഥലത്ത് കാല് സ്ലിപ്പായി വീണതിൽ തലയ്ക്ക് പരിക്ക് പറ്റി ആ സ്പോട്ടിൽ തന്നെ മരിച്ചു പോയതാണ്. അവിടെയുള്ള ലേഡി പോലീസും മരിച്ച ലേഡിയുടെ ഫോണ് ജെയുടെ കയ്യിൽ കൊടുത്ത് ആ ലേഡിയുടെ റിലേറ്റീവ്സിന് വിവരമറിയിക്കാൻ പറയും. ജെയും ഫോൺ അൺലോക്ക് ചെയ്ത് കോണ്ടാക്ട് ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അതിൽ ജെയുടെ നമ്പർ അല്ലാതെ വേറൊരു നമ്പറും അതിലില്ലായിരുന്നു. ഇത് കണ്ട് അവനൊന്ന് ഷോക്കായി. എന്നിട്ട് ശരി, അവളുടെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി പെട്ടെന്ന് തന്നെ കാറും എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോവും. ഇവൻ പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ലേഡിക്ക് ഇവൻ കുറച്ച് പൈസ കടം കൊടുത്തിരുന്നു. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി. ആ ലേഡി മരിച്ചു പോയതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലേക്ക് ചെന്ന് അവിടെ എന്തെങ്കിലും പൈസയുണ്ടെങ്കിൽ അത് എടുത്തോണ്ട് വരാമെന്ന് കരുതിയാണ് മെയിനായിട്ട് ജെ ആ ലേഡിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വീടിന് മുന്നിലെത്തി ആരെങ്കിലും അകത്തുണ്ടോ എന്നറിയാൻ അവൻ കോളിംഗ് ബെൽ അടിച്ചു നോക്കും. ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡോർ ഓപ്പൺ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടവൻ അകത്തേക്ക് കടന്ന് അവിടെ എന്തെങ്കിലും പണമുണ്ടോ എന്ന് തിരയുന്ന സമയത്ത് റൂമിൽ നിന്ന് ചെറിയൊരു പെൺകുട്ടി അവിടേക്ക് നടന്നു വന്നു. ഇത് കണ്ടവൻ ഷോക്കായി. ഈ വീട്ടിലേക്ക് വന്ന് പണം മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഈ പെൺകുട്ടി കണ്ടു. ഇത് വലിയ പ്രശ്നമാവുമെന്ന് ജെ പേടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ആ പെൺകുട്ടി വേറെ റിയാക്ഷൻ ഒന്നും കാണിക്കാതെ ചുമര് പിടിച്ച് നടന്ന് അവിടെയുള്ള ഒരു ടേബിളിന്റെ മേലെ വെച്ചിരുന്ന ബണ്ണെടുത്ത് ഒരു മൂലയിലിരുന്ന് തിന്നാൻ തുടങ്ങി. ജെയും ആ കുട്ടിയെ കണ്ട് ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവിടെ നിന്നിട്ട് ഈ കുട്ടി എന്താ എന്നെ കാണാത്ത പോലെ ഒരു റിയാക്ഷനും ഇല്ലാതെ നിൽക്കുന്നത്, ഈ കുട്ടി ആരായെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഇവൻ അവിടെ ഒരു ഫോട്ടോ കാണും. ആക്ച്വലി ഈ കുട്ടി മരിച്ചുപോയ ആ ലേഡിയുടെ മകളാണ്. ഇവളുടെ പേര് യുൻ. ഇത് മനസ്സിലാക്കി ജെയും യുനിന്റെ അടുത്ത് മോളെ, ഞാൻ നിന്റെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്നയാളാണ്. നിന്റെ അമ്മ സ്വർണവും പണവും ഒക്കെ എവിടെയാണ് വെച്ചതെന്ന് ചോദിക്കും. എന്നാൽ യുൻ ജെ സംസാരിക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവൾ അവളുടെ കയ്യിലെ ബണ്ണ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട് ജെയും ഈ കുട്ടി വേണമെന്ന് വെച്ച് തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണോ എന്നും പറഞ്ഞ് അവളുടെ മുന്നിൽ വന്നിരുന്ന് ഓരോ ആക്ഷൻസ് കാണിച്ച് അവളോട് സംസാരിക്കും. എന്നാൽ അതിന് റിയാക്ട് ചെയ്യാതെ യുൻ അവളുടെ കയ്യിലെ ബണ്ണ് കഴിച്ചോണ്ടിരുന്നു. ജെ അവിടുന്ന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് ആ ലേഡിയുടെ ഫോൺ ജെയുടെ കയ്യിലാണല്ലോ ഉള്ളത്, അതെടുത്ത് വേറെ എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുമോ എന്ന് കരുതി ഫോൺ എടുത്തു നോക്കും. അപ്പോൾ അതിൽ ഡിലീറ്റഡ് കോണ്ടാക്റ്റിൽ ഒരു നമ്പർ ഉള്ളത് കാണും. ഇത് വേറെ ആരുതുമല്ല, മരിച്ച സ്ത്രീയുടെ ഹസ്ബൻഡിൻ്റെതായിരുന്നു. ഇവനും ആ നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറയാൻ നോക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ദേ നോക്ക് സാർ, ഞാനും അവളും എപ്പോഴോ പിരിഞ്ഞതാണ്, പ്ലീസ് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് പോവും.
അയാൾ ശരിയായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് യുന്നെ എന്ത് ചെയ്യുമെന്നറിയാതെ ജെ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സിഗരറ്റിന്റെ സ്മെല്ല് യുന്ന് കിട്ടിയത് കൊണ്ട് അവൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്ന് നിലത്ത് കൈകൊണ്ടടിച്ച് ശബ്ദമുണ്ടാക്കും. ഇത് കണ്ട് ജെയും അതുപോലെ നിലത്ത് കൈവച്ച് ശബ്ദമുണ്ടാക്കും. അപ്പൊ യുൻ ചിരിച്ചുകൊണ്ട് ജെയെ വന്ന് കെട്ടിപ്പിടിക്കും. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് കൺഫ്യൂഷനിലാണ് ജെ. യുൻ അപ്പോൾ ജെയുടെ മുഖം തൊട്ടു നോക്കിയതും അതവളുടെ അമ്മയല്ലാന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കണം. യുൻ ജെയെ തള്ളി മാറ്റി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ആ സമയം ആരോ അവിടേക്ക് വന്ന് ഡോറിൽ മുട്ടി. ഇവനും എന്ത് ചെയ്യണമെന്നറിയില്ല. കരഞ്ഞുകൊണ്ടിരിക്കുന്ന യുന്റെ വായ പൊത്തിപ്പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും യുൻ അവന്റെ കൈക്ക് കടിച്ചു. ജെയും ആ വേദന സഹിച്ചുകൊണ്ട് പോയി ഡോറ് തുറന്നു. വന്നത് വേറെ ആരുമല്ല, ആ വീടിന്റെ ഓണറായിരുന്നു. ആ ഹൗസ് ഓണർ ലേഡി അകത്തേക്ക് വന്ന് വീട് കണ്ടതും ജെയോട് വീടെന്താ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത്, അതല്ല ഇരിക്കട്ടെ നിങ്ങൾ എപ്പോഴാ തിരിച്ചു വന്നത്? ഈ ചെറിയ കുട്ടിയെ വെച്ച് നിങ്ങളുടെ ഭാര്യ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ അവളെ ഒറ്റയ്ക്കാക്കി പോവാണോ വേണ്ടത് എന്നൊക്കെ ജെ മരിച്ചുപോയ ലേഡിയുടെ ഭർത്താവാണെന്ന് കരുതി ഹൗസ് ഓണർ ലേഡി പറയും. എന്നിട്ട് നിങ്ങളുടെ ഭാര്യ ഇവിടെ ലീസിനാണ് താമസിക്കുന്നത്. കുറച്ച് ദിവസം കൊണ്ട് ആ എഗ്രിമെന്റിന് കാലാവധി കഴിയും. സോ ഇനിയും ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് താമസിക്കേണ്ടി വരും. ലീസിന്റെ എമൗണ്ട് എഗ്രിമെന്റ് കഴിയുന്ന ദിവസം തരാമെന്നും പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ ജെയ്ക്ക് ഒരു ഐഡിയ തോന്നും. ഈ ലീസ് എമൗണ്ട് വാങ്ങി രക്ഷപ്പെടാമെന്ന് ആലോചിച്ച് ആ ഹൗസ് ഓണർ ലേഡിയോട് ലീസ് എമൗണ്ട് എത്രയാണെന്ന് ചോദിക്കും. അതിനവരും $70,000 എന്ന് പറയും. അത്രയും വലിയൊരു എമൗണ്ട് ജെ കണ്ടിട്ട് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ അവന് വലിയ സന്തോഷമായി. അപ്പോൾ ഹൗസ് ഓണർ ലേഡി നിങ്ങളുടെ ഭാര്യ എവിടെ, ജോലി കഴിഞ്ഞ് വന്നിട്ടില്ലേ എന്ന് ചോദിക്കും. അതിന് മുഖമെല്ലാം പാവത്താനെ പോലെ വെച്ചിട്ട് അവൾ മരിച്ചുപോയ കാര്യം പറയും. എന്നിട്ട് ജെ വീണ്ടും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് യുന്നെ അവളുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അടുത്ത് ഏൽപ്പിക്കാമെന്ന് കരുതി അവളെ കൂട്ടിക്കൊണ്ടു പോകാനായാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ ആ ലീസ് എമൗണ്ട് ഒന്ന് വേഗം തന്നിരുന്നുവെങ്കിൽ അത് ഈ സമയം എനിക്കൊരു സഹായമാകും എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് തകർക്കുമ്പോൾ അത് വിശ്വസിച്ച് ഹൗസ് ഓണർ ലേഡിയും ഇത് കേൾക്കുന്ന എനിക്ക് എത്ര വിഷമമുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടാവും. നിങ്ങൾ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് ലീസ് എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നോളാം. വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും മടിക്കാതെ എന്നോട് പറയണം എന്നും പറഞ്ഞ് അവരവിടുന്ന് പോവും. ഇവർ പോയതും ആ ലീസിന്റെ എഗ്രിമെന്റ് എവിടാണുള്ളതെന്ന് ജെ ആ വീട് മൊത്തം തിരയും. ഒരു വിധത്തിൽ അത് കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നിട്ട് അത് എടുത്തു വെക്കും. അവിടുന്ന് ജെ അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവും. എന്നാൽ ജെ ഒരുപാട് കാലമായി വാടക കൊടുക്കാത്തത് കൊണ്ട് അവിടുന്ന് അവനെ പുറത്താക്കും. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന ജെയ്ക്ക് ഇപ്പോൾ ഒരേ ഒരു വഴി യുവിന്റെ അച്ഛനായി അവളുടെ കൂടെ ആ വീട്ടിൽ താമസിച്ച് ലീസ് എമൗണ്ട് വാങ്ങിയെടുക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് നേരെ അവളുടെ വീട്ടിലേക്ക് അവന്റെ സാധനങ്ങളെല്ലാം എടുത്ത് വരും. എന്നാൽ യുൻ ജെ അവിടേക്ക് വന്നതറിയാതെ എപ്പോഴത്തെയും പോലെ ടേബിളിന്റെ മേലെയുള്ള ബണ്ണെടുത്ത് അവൾ ഇരിക്കുന്ന മൂലയിൽ പോയിരുന്ന് കഴിക്കാൻ ആരംഭിക്കും. ആക്ച്വലി യുന്നിന് കണ്ണ് കാണില്ലെന്നും ചെവി കേൾക്കില്ലെന്നുമുള്ള കാര്യം ജെയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവന് കുട്ടികളെ നോക്കുന്നതൊന്നും അറിയില്ല. ഇതിൽ യുന്ന് കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. ഇവളെ എങ്ങനെ നോക്കും എന്നറിയാതെ ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസിന്റെ അടുത്ത് വന്ന് കുട്ടികളോട് നമ്മൾ എങ്ങനെയാണ് ക്ലോസ് ആവുക എന്ന് ഐഡിയ ചോദിക്കും. അതിലൊരു പെണ്ണും ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ടോയ്സും എല്ലാം വാങ്ങിക്കൊടുത്താൽ മതി എന്ന് പറയും. ജെയും അതുപോലെ നൂഡിൽസ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരും. ഇതെവിടുന്ന പുതിയ സ്മെല്ലെന്ന് നൂഡിൽസിന്റെ മണം പിടിച്ച് പുറത്തേക്ക് വന്ന് നൂഡിൽസ് എടുത്ത് കഴിക്കുമെന്ന് കരുതിയപ്പോൾ അത് അവിടെ വെച്ച് വീണ്ടും ടേബിളിന്റെ മേലെ ഇരുന്ന ബണ്ണെടുത്ത് യുൻ കഴിക്കാൻ ആരംഭിക്കും. ഇത് കണ്ട ജെയും നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നൂഡിൽസ് വാങ്ങിയിട്ട് വന്നപ്പോൾ നീ ഇത് വേണ്ടാന്ന് വെച്ച് പിന്നെ ആ ബണ്ണെടുത്ത് കഴിക്കുകയാണോ? ആ ബണ്ണ് അവിടെ ഉണ്ടായാലല്ലേ നീ അത് തന്നെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ടേബിളിന്റെ മേലെ ഉണ്ടായിരുന്ന ബണ്ണെല്ലാം എടുത്ത് വേസ്റ്റിലിട്ടു. കുറച്ച് സമയത്തിന് ശേഷം യുൻ വന്ന് ടേബിളിന്റെ മേലെയുള്ള ബണ്ണെടുക്കാൻ വേണ്ടി തപ്പി നോക്കിയപ്പോൾ അവിടെ ബണ്ണില്ല എന്ന് മനസ്സിലായതും യുൻ അലറി കരയാൻ തുടങ്ങി. ജെയും അവളെ സമാധാനിപ്പിക്കാൻ നോക്കി നൂഡിൽസ് എടുത്ത് അവൾക്ക് കൊടുത്തപ്പോൾ അത് അവൾ തട്ടി നിലത്തിട്ടു. ജെയ്ക്ക് ദേഷ്യം വന്ന് അവളെ ചീത്ത പറയുന്നുണ്ട്. എന്നാൽ അവൾക്ക് ചെവി കേൾക്കില്ലല്ലോ. യുൻ ഒരു മൂലയിൽ പോയിരുന്ന് വീണ്ടും കരയും. യുന്നെ സമാധാനിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി അവൾക്ക് ബണ്ണ് വാങ്ങിക്കൊടുക്കുക എന്നത് മാത്രമാണ്. സോ ജെ ഒരുപാട് ബണ്ണ് വാങ്ങി ടേബിളിന് മുകളിൽ കൊണ്ടുവച്ചു. കൂടെ അവന് കഴിക്കാൻ വേണ്ടി നൂഡിൽസും വാങ്ങി.
പ്രശ്നം ഒതുങ്ങി എന്ന് കരുതി ജെ സമാധാനത്തിലിരുന്ന് നൂഡിൽസ് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ യുൻ എഴുന്നേറ്റ് ടേബിളിൽ തപ്പി നോക്കിയപ്പോ ബണ്ണുണ്ടെന്ന് മനസ്സിലാക്കി സന്തോഷിച്ച് അതെടുത്ത് കഴിക്കുമെന്ന് കരുതിയപ്പോ യുൻ അത് കഴിക്കാതെ ജെയുടെ അടുത്തേക്ക് വന്ന് അവൻ കഴിക്കുന്ന നൂഡിൽസ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ജെയും യുന്നിനെ ചീത്ത പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോവും. എന്നാൽ അവൻ വഴക്ക് പറയുന്നതൊന്നും യുൻ കേൾക്കില്ലല്ലോ. സോ അവൾ ആ നൂഡിൽസ് മൊത്തം കഴിച്ച് വയറ് നിറച്ച് ക്യൂട്ടായിട്ട് അവിടുന്ന് പോവും. അതിനുശേഷം വീട് മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാനും കഴിയില്ല. അപ്പോൾ അവിടെ ഹൗസ് ഓണർ ലേഡിയും ഫ്രണ്ട്സും നിൽക്കുന്നത് കണ്ട് അവരോട് ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞതും അവരും അതിനോക്കെ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യാനായി വരും. 2-3 ദിവസമായിട്ട് യുൻ കുളിക്കാതെ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ട ഹൗസ് ഓണർ ലേഡിയും നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ? നിങ്ങളുടെ മകൾ കുളിക്കാതെ മുഷിഞ്ഞ വസ്ത്രം ഇട്ട് നിൽക്കുന്നതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? പോയി അവളെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി കൊടുക്കുക എന്ന് പറയും. ജെയും ഇതെങ്ങനെയാ ചെയ്യാന്നറിയാതെ നോക്കി നിൽക്കും. കാരണം യുൻ അവന്റെ അടുത്തേക്ക് തന്നെ വരില്ല. അത് മാത്രമല്ല കുട്ടികളെ എങ്ങനെ കുളിപ്പിക്കണം എന്നൊന്നും ജെയ്ക്ക് അറിയില്ല. എന്തായാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് യുന്നെ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ കൈ പിടിച്ചതും യുൻ അലറി വിളിച്ച് കരയാൻ തുടങ്ങി. ഇത് കേട്ട ഹൗസ് ഓണർ ലേഡിയും അങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾ എന്തായി ചെയ്യുന്നേ? കുട്ടികളോട് അടുത്തിടപഴകിയാലല്ലേ ഇതൊക്കെ എങ്ങനെയാന്ന് മനസ്സിലാവുക. അതെങ്ങനാ ഭാര്യയും മകളെയും ഒറ്റയ്ക്കാക്കി പോയാ ഇങ്ങനെയൊന്നും അറിയാതെ നിൽക്കേണ്ടി വരും. യുനെ ഞാൻ കുളിപ്പിക്കാം, അത് കണ്ടെങ്കിലും പഠിക്കുകയെന്നും പറഞ്ഞ് യുനെ ആ ലേഡി കുളിപ്പിക്കും. അന്ന് രാത്രി ജെയും യുന്നും ഉറങ്ങുന്ന സമയത്ത് പുറത്ത് നന്നായി മഴ പെയ്യാൻ തുടങ്ങി. ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയതുകൊണ്ട് യുൻ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ജെ പേടിച്ച് ആ രാത്രി തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആദ്യമൊക്കെ ജെ തൊട്ടാലേ യുൻ കരയാൻ തുടങ്ങുമായിരുന്നു. എന്നാൽ ഇപ്പോ അവൾക്ക് ജെയെ ഇഷ്ടമായി തുടങ്ങിയതുകൊണ്ട് അവന്റെ പുറത്ത് അവനെ പിടിച്ച് ഉറങ്ങാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ യുൻ അവളുടെ അമ്മയുടെ ഡ്രസ്സ് പിടിച്ച് നിൽക്കുമ്പോൾ അത് കുറച്ച് ദിവസമായി അലക്കാത്തത് കൊണ്ട് ആ തുണിയിൽ അഴുക്കായിട്ടുണ്ടായിരുന്നു. അത് വാഷ് ചെയ്യാൻ വേണ്ടി ജെ യുന്നിന്റെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ നോക്കി. എന്നാൽ യുൻ അതിന്ന് പിടിവിടാതെ ഒച്ചയുണ്ടാക്കി. യുന്റെ അടുത്ത് എങ്ങനെ ഒരു കാര്യം പറയണമെന്ന് ജെയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല, അവൾക്ക് സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും. എന്നാൽ അതിലൊരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാ യുന്ന് കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവൾ കണ്ടും കേട്ടും പഠിക്കുക? അവൾക്ക് ഇതെവിടെ വന്നതെന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് ബഹളമുണ്ടാക്കുകയാണ്. ഇതവൾക്ക് സെറ്റാവില്ല എന്ന് മനസ്സിലാക്കി അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവും. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ രണ്ടുപേരും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ യുൻ ജെയുടെ കോട്ടില് മുറുക്കെ പിടിച്ചു. ഇത് കണ്ട ജെയ്ക്കും അവന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ തോന്നി. തന്റെ സഹായമില്ലാതെ യുന് ഒന്നും ചെയ്യാൻ കഴിയില്ല. തൽക്കാലം അവൾക്ക് സഹായത്തിനായി താൻ ഉണ്ടാവുമെന്ന് ജെ തീരുമാനിച്ചു. സ്കൂളിൽ പോയി ABCD പഠിച്ചില്ലെങ്കിൽ എന്താ, വീട്ടിലിരുന്ന് തന്നെ അവളെ പഠിപ്പിക്കാനായി കൊറിയൻ ലെറ്റേഴ്സും ഇംഗ്ലീഷ് ആൽഫബറ്റ്സും വാങ്ങിക്കൊണ്ട് വന്ന് ഓരോന്ന് അവളെ കൊണ്ട് തൊടിയിപ്പിച്ച് അവളെ മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് അതിന്റെ മീനിങ് എന്താണെന്നും അവളുടെ കയ്യിൽ എഴുതി പഠിപ്പിച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ യുന്നും അത് മനസ്സിലാക്കിയെടുത്തു. അതിനവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പോലെ ജെ അവൾക്ക് ബണ്ണ് കൊടുത്തു. അവളും അത് സന്തോഷത്തോടെ വാങ്ങി കഴിക്കാൻ ആരംഭിച്ചു. അങ്ങനെ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് കോടതിയിൽ നിന്ന് കുറച്ചാളുകൾ അവിടേക്ക് വന്നത്. ആ മരിച്ചുപോയ ലേഡി ബാങ്കിൽ നിന്നും ഒരുപാട് പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് അവരുടെ എല്ലാ തിങ്സും സീസ് ചെയ്യാനാണ് ഇവർ വന്നിരിക്കുന്നത്. ജെയെ കണ്ടതും അവൻ ആരാണെന്ന് അവർ അന്വേഷിച്ചു. പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ ജെ ആ ലേഡിയുടെ ഭർത്താവാണെന്ന് പറയും. ആ ലേഡിയുടെ ഭർത്താവായതുകൊണ്ട് നിങ്ങളുടെ സാധനങ്ങളും സീസ് ചെയ്യുമെന്ന് പറഞ്ഞ് ജെയുടെ ലാപ്ടോപ്പും സാധനങ്ങളും ചേർത്ത് സീസ് ചെയ്യും. അത് മാത്രമല്ല ജെ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്, ആ ലീസ് എമൗണ്ടും സീസ് ചെയ്തിട്ട് പോവും. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ ഇവനൊരു കോള് വരും. ഇവൻ 4 ലേഡീസിനെ ജോലിക്ക് വെച്ച് ഇവന്റ് മാനേജറായി ജോലി ചെയ്യായിരുന്നല്ലോ. ആ ലേഡീസിനെ ജെയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നവൻ അവൻ്റെ കൂടെ കൂട്ടി അവനൊരു ഇവന്റ് മാനേജറായി. സോ ജെയുടെ ജോലിയും പോയി. അങ്ങനെ കിട്ടുമെന്ന് കരുതിയ പണവും പോയി, ഇപ്പോൾ ജോലിയും പോയി. അടുത്തത് എന്ത് ചെയ്യും എന്ന വലിയൊരു ചോദ്യത്തിൻ്റെ മുന്നിൽ വിഷമിച്ച് നിൽക്കുകയാണ് ജെ. അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്ന് വിഷമത്തോടെ പോയി കിടക്കും. എന്നാൽ യുൻ ജെ വന്നതറിയാതെ അവനെയും കാത്ത് വാതിൽക്കൽ ഇരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഈ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി ജെ മദ്യപിച്ചു.
തന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന ദേഷ്യത്തിലിരിക്കുമ്പോൾ ആ ഫ്രണ്ട് ഒരു പെണ്ണിന്റെ കൂടെ മദ്യപിച്ച് വരുന്നത് കണ്ടതും ജയ അവനെ പോയി അടിച്ച് ഒരു പരുവാക്കി. എന്നിട്ട് അവിടുന്ന് ഓടിപ്പോന്നു. അതിനുശേഷം വീട്ടിലെത്തി കയ്യിൽ കാശ് തീർന്നതിനെ കുറിച്ച് ഓർത്ത് ആലോചിച്ചിരിക്കുമ്പോൾ ആ മരിച്ചുപോയ ലേഡിയുടെ ഫോണ് ജയയുടെ കയ്യിലാണല്ലോ ഉള്ളത്. അതെടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം അവൻ അതിൽ കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ ആ ലേഡിക്ക് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റിക്ക് ഈ ലേഡി $30,000 കടമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം ഇവന് മനസ്സിലായി. എങ്ങനെയെങ്കിലും ആ ആൻറ്റിയെ കണ്ടുപിടിച്ച് ആ പണം റിട്ടേൺ വാങ്ങണമെന്ന് ഒരു പ്ലാൻ ചെയ്യും. എന്നാൽ ഇവന്റെ അടുത്ത് ആ ആൻറ്റിയുടെ ഫോട്ടോയും എവിടാണുള്ളതെന്നും മാത്രമേ അറിയുള്ളൂ. അവരുടെ കോണ്ടാക്ട് നമ്പർ ഒന്നുമില്ല. എന്തായാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ആ ഫോട്ടോ ഒരു നോട്ടീസ് പോലെ തയ്യാറാക്കി പ്രിന്റ് ചെയ്തു. എന്നിട്ട് യൂനെയും കൂട്ടി കാറിൽ ആ ആൻറ്റിയെ അന്വേഷിച്ച് പോകാൻ ആരംഭിച്ചു. യുൻ ആദ്യമായിട്ടാണ് കാറിൽ പോകുന്നത്. അതുകൊണ്ട് കൈയെല്ലാം പുറത്തേക്കിട്ട് ഹാപ്പി ആയിട്ട് അവൾ ആ യാത്ര എൻജോയ് ചെയ്തു. പോകുന്ന വഴിക്കുള്ളവരോടെല്ലാം ഈ ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അവർക്കാർക്കും ഈ ആൻറ്റിയെ അറിയില്ലായിരുന്നു. തിരിച്ച് കാറിലേക്ക് വന്നതും കാറിൽ യുന്നെ കാണുന്നില്ല. ജെ ടെൻഷനായി അവിടെയെല്ലാം അവൾ തിരഞ്ഞു. അപ്പോൾ കുറച്ച് ദൂരെയായി വയസ്സായ ഒരു കപ്പിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് യുന്നിരുന്ന് അവരുടെ നായ്ക്കുട്ടിയെ തൊട്ടു നോക്കി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ജെയും അവിടേക്ക് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ആ മുത്തശ്ശനും മുത്തശ്ശിയും കൃഷി ചെയ്യുന്നവരാണ്. ജെ അവരോട് തനിക്ക് എന്തെങ്കിലും ജോലി തരാമോ എന്ന് ചോദിക്കും. ഇവന്റെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ജെയ്ക്ക് അവരുടെ തോട്ടത്തിൽ ജോലി കൊടുത്ത് താമസിക്കാനായി ഒരു റൂം കൊടുത്തു. നെക്സ്റ്റ് ഡേ ആയതും രാവിലെ തന്നെ ജെ യുന്നെയും കൂട്ടി ആ ആൻറ്റിയെ അന്വേഷിച്ചിറങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിൽ ഒരു വത്തക്ക തോട്ടം കണ്ട് അവിടേക്ക് ചെന്ന് വത്തക്ക മോഷ്ടിക്കും. സാധാരണ രീതിയിൽ ഒരാൾ മോഷ്ടിക്കുമ്പോൾ കയ്യിൽ കിട്ടിയതെടുത്ത് വരികയാണല്ലോ ചെയ്യാറ്. എന്നാൽ ജെ അവിടെയുള്ള എല്ലാ വത്തക്കയുടെയും ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്ത് അതിൽ നല്ലതേതാണെന്ന് നോക്കി എടുത്തോണ്ട് വരും. ഇതാരും കണ്ടില്ല എന്നോർത്ത് ജെ പെട്ടെന്ന് തന്നെ വന്ന് വണ്ടിയിൽ കയറി. എന്നാൽ അവിടെ പോസ്റ്റിന്റെ മേലെ ഒരു CCTV ഉണ്ടായിരുന്നത് ജെ കണ്ടിരുന്നില്ല. അവിടുന്ന് നേരെ അടുത്തുള്ളൊരു പുഴയുടെ സൈഡിൽ വന്നിരുന്ന് രണ്ടുപേരും ആ വത്തക്ക മുറിച്ച് കഴിക്കാൻ തുടങ്ങി. കുരു വിഴുങ്ങാതിരിക്കാനായി അത് തുപ്പണമെന്ന് ജെ യുന്നിന്റെ കയ്യിൽ തുപ്പി കാണിക്കും. എന്നാൽ യുൻ അവന്റെ മുഖത്തേക്ക് തുപ്പും. എന്റെ മുഖത്തേക്കാണോ തുപ്പുന്നതെന്നും ചോദിച്ച് ജെ യുന്റെ മുഖത്തേക്കും തുപ്പും. അങ്ങനെ രണ്ടുപേരും തുപ്പി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു ലേഡി വരും. ഇവളെ വേണമെങ്കിൽ നമുക്ക് നായിക എന്ന് വിളിക്കാം. ഇവള് വേറെ ആരുമല്ല, ആ വത്തക്ക തോട്ടത്തിന്റെ ഓണറാണ്. ഇവളുടെ പേര് ജൂ. ജൂ വന്ന് ജെയോട് എന്തിനാണ് സാർ നിങ്ങൾ വത്തക്ക മോഷ്ടിച്ചതെന്ന് ചോദിക്കും. അതിന് ജെയും ഒന്നും അറിയാത്ത നല്ലവനെ പോലെ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് പറയുമ്പോൾ ജൂ അവളുടെ ഫോണിലെ CCTV ഫൂട്ടേജ് എടുത്ത് കാണിക്കും. ഇത് കണ്ടതും ജെയ്ക്ക് വേറൊന്നും പറയാൻ കഴിയില്ല. എന്നിട്ട് ജൂ നിങ്ങൾ മോഷ്ടിച്ചതൊക്കെ ഒരു വത്തക്ക മാത്രമാണ് എടുത്തതെങ്കിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നു. എന്നാൽ എല്ലാ വത്തക്കയുടെ മേലെയും ഓട്ടയാക്കി വെച്ചത് എന്തിനാണ്? മര്യാദയ്ക്ക് ഇതിന് പകരമായി എൻ്റെ തോട്ടത്തിൽ വന്ന് ജോലി ചെയ്തോ എന്നും പറഞ്ഞ് അവന് തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ജോലി ചെയ്യിക്കും. ജെയ്ക്കും വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യും. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് കാറിൽ വന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ പുറത്ത് മഴ പെയ്യാൻ ആരംഭിച്ചു. യുന്ന് മഴയിൽ നനഞ്ഞ് അത് ഫീൽ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. എന്നാൽ അവൾക്ക് പനി പിടിക്കുമെന്ന് കരുതി ജെ അവളെ മഴയത്തിറങ്ങാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് യുവിന് വളരെ വിഷമമായി. ഇവള് വിഷമിച്ചിരിക്കുന്നത് കണ്ട് ജെയ്ക്ക് പാവം തോന്നി. അവൾക്കൊരു റെയിൻകോട്ടും ധരിപ്പിച്ച് മഴയിലേക്ക് നനയാൻ വിടും. യുവിന് വളരെ സന്തോഷമായി മഴയത്ത് കളിച്ച് താഴെയുള്ള ചെളിയും മണ്ണും എല്ലാം തൊട്ടു നോക്കി ഫീൽ ചെയ്തു. രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി ജൂ ഇവരെ രണ്ടുപേരെയും വന്ന് വിളിക്കും. ഇവരും അവളുടെ കൂടെ പോവും. അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് യുൻ അവളുടെ ഫുഡ് നന്നായി ചവച്ച ശേഷം അതെടുത്ത് ജെയ്ക്ക് നേരെ നീട്ടി. എന്നാൽ ജെയും ഇത് വേസ്റ്റ് ആണ്, ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കും. ഇതെല്ലാം കണ്ട ജൂവിൻ്റെ അച്ഛനും ഇവൾക്ക് നിന്നെ വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു, കാരണം ഇങ്ങനെയാണ് തള്ളപ്പക്ഷികളും അതുങ്ങളുടെ കുട്ടികൾക്ക് നന്നായി ഭക്ഷണം ചവച്ചരച്ച് മക്കളുടെ വായിൽ വെച്ച് കൊടുക്കാറ്. അതുപോലെയാണ് യുൻ നിനക്ക് തരുന്നത്, നിന്നെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞതും ജയയുടെ മനസ്സിന് അത് വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ജയ അവളുടെ അച്ഛനല്ലല്ലോ. അത് മാത്രമല്ല കുറച്ച് നാളുകൊണ്ട് അവളെ വിട്ടിട്ട് പോവുകയും ചെയ്യും. നെക്സ്റ്റ് ഡേ ജയക്കൊരു കോള് വരും. ആക്ച്വലി ഒരു ആൻറ്റിയെ അന്വേഷിച്ചാണല്ലോ ഇവരിങ്ങോട്ടേക്ക് വന്നത്. ശരിക്കും ആ ആൻറ്റിയുടെ പേര് അതല്ല. അതുമാത്രമല്ല ഒരുപാട് ആളുകളിൽ നിന്നും കടം വാങ്ങി അവർ നാട് വിട്ടു എന്ന് പറയും.
ഇത് കേട്ട ജയക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ജൂന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവളുടെ അച്ഛൻ വീടിന്റെ പിന്നില് ഒരു പാനയിൽ എന്തോ ഒളിപ്പിച്ചു വെക്കുന്നത് ജയ ശ്രദ്ധിച്ചു. അവിടെ എന്താ ചെയ്യുന്നതെന്ന് ജയ ചോദിച്ചതും ജൂന്റെ അച്ഛൻ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചു നിന്നു. എന്നിട്ട് അവിടുന്ന് പോയ ശേഷം ജയ ആ പാനയുടെ അടുത്ത് വന്ന് അതിലെന്താണെന്ന് നോക്കാൻ പോയപ്പോഴേക്കും ജോ അവിടേക്ക് വന്നു. അവളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവളോട് ഞാൻ ഇവിടെ ജോലി ചെയ്തോട്ടെ, ഞങ്ങൾക്ക് താമസിക്കാനൊരിടവും ഭക്ഷണം തന്നാൽ മാത്രം മതിയെന്ന് പറയും. ജൂയും അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അടുത്ത ദിവസം ജെ യുന്നെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതാണ് നെല്ല് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് തൊടിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ട ജോ ആ ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഇവരുടെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരുത്തനുണ്ടായിരുന്നല്ലോ, ഇവനെ ചതിച്ചവൻ. അവൻ എങ്ങനെയൊക്കെയോ ജയുള്ള സ്ഥലം കണ്ടുപിടിച്ച് കൂടെ കുറച്ചു പേരെയും കൂട്ടിക്കൊണ്ട് ഇവനെ അടിക്കാനായി വന്നിരിക്കുകയാണ്. ജയും ഇവൻ പ്രശ്നമുണ്ടാക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കി നമുക്ക് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവും. ആക്ച്വലി ഈ ഫ്രണ്ട് എങ്ങനെ ഇവിടെ വന്നു എന്നാണെങ്കിൽ ജോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ, അങ്ങനെ മനസ്സിലാക്കി വന്നതാണ്. എന്നിട്ട് ആ ഫ്രണ്ട് ജയെ വല്ലാതെ അടിക്കും. നീ എന്നെ അടിച്ചതുകൊണ്ട് എൻ്റെ നഷ്ടം ബാലൻസ് ചെയ്യാൻ വേണ്ടി നിന്റെ കാർ ഞാൻ എടുക്കുന്നു എന്നും പറഞ്ഞ് ആ ഫ്രണ്ട് ജയക്ക് ബാക്കിയുണ്ടായിരുന്ന ഒരേ ഒരു കാറ് എടുത്തുകൊണ്ട് പോവും. കഷ്ടപ്പാടിൻ്റെ മേലെ കഷ്ടപ്പാടാണല്ലോ എന്നോർത്ത് വിഷമിച്ച് ജെ ജൂവിൻ്റെ അച്ഛൻ എന്താണ് ഒളിപ്പിച്ചു വെച്ചതെന്നറിയാൻ വേണ്ടി വീടിൻ്റെ ബാക്കിലേക്ക് വന്ന് നോക്കും. അതിൽ പണം കെട്ടുകളായി വെച്ചിരുന്നു. ഇത് കണ്ട് അത് എടുത്തോണ്ട് പോയാലോ എന്ന് ജയക്ക് തോന്നുന്നുണ്ട്. അപ്പോഴാണ് ജൂ അവിടേക്ക് വന്ന് കുറച്ചു നേരമായിട്ട് എൻ്റെ അച്ഛനെ കാണുന്നില്ല, കൂടെ നിങ്ങളുടെ മകളെയും എന്ന് പറയും. രണ്ടുപേരും പേടിച്ച് എല്ലായിടത്തും അന്വേഷിക്കും. അപ്പോൾ കുറച്ചകലെയായി ഈ അച്ഛനും യുന്നും ഇരുന്ന് സൺസെറ്റ് കാണുന്നത് ഇവർ കണ്ടു. അന്ന് രാത്രി ജയ ഉറങ്ങാതെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കിടക്കുമ്പോൾ യുൻ മെല്ലെ മെല്ലെ ജയയുടെ കവിളിൽ തൊട്ടു നോക്കും. അപ്പോൾ അവിടെവിടെയായി വീങ്ങിയത് അവൾക്ക് ഫീലായി. എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ യുൻ ജയയുടെ അടുത്തേക്ക് വന്ന് ആ മുറിവിൽ ഊതാൻ തുടങ്ങി. ഇത് കണ്ട ജയയ്ക്കും സങ്കടം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയാൻ ആരംഭിച്ചു. എന്നിട്ട് അവൻ്റെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണീര് യുന്നെ കൊണ്ട് തൊടിയിപ്പിച്ച് ഇതാണ് കണ്ണീര് എന്ന് അവളുടെ കയ്യിൽ എഴുതി കൊടുക്കും. ഇത് മനസ്സിലാക്കിയ യുന്നും സ്നേഹത്തോടെ ജയയെ കെട്ടിപ്പിടിക്കും. അടുത്ത ദിവസം ജൂ വന്ന് ഇവരുടെ റൂമിൽ നോക്കിയപ്പോൾ അവിടെ ജയ ഉണ്ടായിരുന്നില്ല. അതിനു പകരം ഒരു പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ വീടിന്റെ പിന്നിലുള്ള പാന ഓപ്പൺ ചെയ്ത് നോക്കുക എന്ന പോലുള്ള ഒരു ഡ്രോയിങ് വരച്ചു വെച്ചിരുന്നു. ആക്ച്വലി ജൂയുടെ അച്ഛൻ മറവി രോഗം ഉള്ളതുകൊണ്ട് ഈ പണമൊക്കെ പാനയിൽ ഒളിപ്പിച്ചു വെച്ചതാണ്. എന്നാൽ മറവി രോഗം ഉള്ളതുകൊണ്ട് പണം വെച്ചത് കുറച്ച് സമയം കൊണ്ട് തന്നെ മറന്നു പോവുകയും ചെയ്തു. ജയ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ പണം എടുത്തോണ്ട് പോകാമായിരുന്നു. എന്നാൽ അവനത് ചെയ്തില്ല. അവിടുന്ന് യുവിന്റെ യഥാർത്ഥ അച്ഛനെ കണ്ടുപിടിച്ച് അവളെ അയാളുടെ അടുത്ത് ഏൽപ്പിക്കാമെന്ന് കരുതി രണ്ടുപേരും ഇറങ്ങി. പറഞ്ഞ പോലെ യുന്റെ അച്ഛൻ അവിടെ വന്നു. യുന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് കരുതിയപ്പോൾ ആ അച്ഛൻ എനിക്കിവളെ കൊണ്ടുപോയി വളർത്താൻ കഴിയില്ല, നീ തന്നെ അവളുടെ കൂടെ ഇരുന്ന് നോക്കണമെന്ന് പറഞ്ഞതും നീയല്ല ഒരു അച്ഛനാണോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജയ യുന്നെയും കൂട്ടി അവിടുന്ന് പോവും. യുന്നെ നല്ലപോലെ വളർത്തണമെങ്കിൽ അതിന് ജയയുടെ അടുത്ത് പണമില്ല, താമസിക്കാൻ വീടുമില്ല. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ രണ്ടുപേരും ഒരു ബീച്ചിലേക്ക് പോവും. എന്നിട്ട് എല്ലാ വിഷമങ്ങളും മറന്ന് കുറച്ച് സമയം സന്തോഷത്തോടെ കളിക്കും. ഇവന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഇവൻ കൊറിയയില് അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു ഓർഫണേജ് ഉണ്ട്. അതുപോലൊരു സ്ഥലത്ത് യുന്നെ കൊണ്ടുചെന്നാക്കും. എവിടെയാണ് വന്നതെന്നോ എന്തിനാണ് വന്നതെന്നോ യുന്ന അറിയില്ല. യുന്നെ പിരിയാൻ പോകുന്നത് കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബണ്ണെടുത്ത് അവൾക്ക് കഴിക്കാൻ കൊടുക്കും. അവളും സന്തോഷത്തോടെ ഒന്നും അറിയാതെ അത് വാങ്ങിക്കഴിക്കും. എന്നിട്ട് ജെ യുന്നോടൊന്നും പറയാതെ അവിടുന്ന് പോവും. എന്നാൽ ജെ പോയതറിയാതെ അവളുടെ അടുത്തുണ്ടെന്ന് കരുതി യുൻ ആ ബണ്ണ് കഴിച്ചോണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് യുൻ അവളുടെ അടുത്ത് ജെ ഉണ്ടോ എന്ന് തൊട്ടു നോക്കി. എന്നാൽ അവൻ അവിടെ ഇല്ല എന്ന് മനസ്സിലായതും അവൾക്ക് പേടിയാവാൻ തുടങ്ങി. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് എല്ലാ സ്ഥലത്തും തൊട്ടു വന്ന് നോക്കും. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ് ഡോർ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അവൾക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇത് മനസ്സിലായതും ജെ അവളെ വിട്ട് പോയി എന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല, അലറിക്കരയാൻ തുടങ്ങി. ജയ്ക്കും അവളെ തനിച്ചാക്കി പോകാൻ മനസ്സ് വന്നില്ല. ഡോറിന്റെ മറ്റേ സൈഡിൽ നിന്ന് യുൻ കരയുന്നത് കണ്ട് ഇവനും വിഷമം വന്നു. യുൻ ജയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് അവന് മനസ്സിലായി.
എന്നിട്ട് ഡോർ തുറന്ന് അവളുടെ മുഖത്ത് കൈവച്ച് കണ്ണീര് തുടച്ചു കൊടുത്ത് അവളെ കെട്ടിപ്പിടിച്ചു. ജെ തിരിച്ചു വന്നു എന്ന് യുന്ന് മനസ്സിലാക്കി. എന്നിട്ട് ഇനി മുതൽ ഇവളുടെ അച്ഛൻ ഞാനാണ്, ഇവൾ എൻ്റെ മകളാണ് എന്ന് തീരുമാനിച്ച് അവളെ കെട്ടിപ്പിടിച്ചു നിന്നു. ഇങ്ങനെ ഒരു ഇമോഷണൽ ഹാപ്പി എൻഡിങ് കാണിച്ച് ഈ സിനിമ അവസാനിച്ചു. ഈ ഇമോഷണൽ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്.